CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാട്ടുപന്നിയിടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ഗുരുതര പരിക്ക്. അംഗൻവാടി വർക്കറായ നെല്ലായ സ്വദേശിനി സെലീനയ്ക്കാണ് പരിക്കേറ്റത്. പട്ടിശ്ശേരി അംഗൻവാടി വർക്കറാണ് സെലീന. വീട്ടിലെ പ്രസവങ്ങൾ അപരാധമായി പ്രചരിപ്പിച്ച് ജില്ലയെയും അംഗീകൃത ചികിത്സാ ശാസ്ത്രശാഖയായ അക്യുപഞ്ചറിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അപലപനീയമാണെന്ന് ഇന്ത്യൻ അക്യുപഞ്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദേശവേല എഴുന്നള്ളിപ്പുകൾ ഒരുക്കിയ പ്രൗഢഭംഗിയിൽ ചത്തല്ലൂർ പനംകുശി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. ഗ്രാമവീഥികളിൽ ദൃശ്യവാദ്യ വിസ്മയമായി. ജില്ലാ അതിർത്തിയിലെ തട്ടകദേശങ്ങളിൽ നിന്ന് വേലെഴുന്നള്ളിപ്പുകൾ നടന്നു. വർണ്ണക്കാഴ്ചകളൊരുക്കി എലുമ്പുളശ്ശേരി നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം. വൈകിട്ട് 5:30 ദേശവേല സംഗമം. വിവിധ വേലകളിലായി 17 ആനകൾ അണിനിരന്നു. കാട്ടുപന്നിയിടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ഗുരുതര പരിക്ക്. അംഗൻവാടി വർക്കറായ നെല്ലായ സ്വദേശിനി സെലീനയ്ക്കാണ് പരിക്കേറ്റത്. പട്ടിശ്ശേരി അംഗൻവാടി വർക്കറാണ് സെലീന. വാണിയംകുളം പഞ്ചായത്തിൽ നടന്ന ICDS പ്രോജക്ട് തല പരിപാടിയിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം നടന്നത്. വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. പത്തംകുളം ഇറക്കത്തിലായി സെലീന സഞ്ചരിച്ച സ്കൂട്ടറിന് മുന്നിലായി റോഡിനു കുറുകെ കാട്ടുപന്നി ചാടുകയായിരുന്നു. കാട്ടുപന്നി സ്കൂട്ടറിൽ ഇടിച്ചതോടെ സ്കൂട്ടർ മറിയുകയും സെലീന റോഡിലേക്ക് തെറിച്ചു വീഴുകയുമായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ഇവരെ വാണിയംകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൈയിലും നട്ടെല്ലിനുമാണ് പരിക്കേറ്റത്. നിറയെ വീടുകളുള്ള പ്രദേശത്ത് പകൽ സമയത്ത് പോലും കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. ആഴ്ചകൾക്ക് മുൻപ് വാഹനത്തിന്റെ ടയർ കുത്തിപ്പൊട്ടിച്ചതായും നാട്ടുകാർ പറഞ്ഞു. ജനവാസ മേഖലയിൽ പകൽ നേരങ്ങളിൽ പോലും കാട്ടുപന്നി ശല്യം നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുകയാണ്. സ്കൂൾ അവധിക്കാലമായതോടെ കുട്ടികൾ വീടുകളിലും മൈതാനത്തും കളിക്കാൻ പോകും. ഇവരെയും കാട്ടുപന്നികൾ ആക്രമിക്കുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ. അനങ്ങനടി പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. CCN ഒറ്റപ്പാലം. ചെർപ്പുളശ്ശേരി കച്ചേരിക്കുന്നിൽ ഓട്ടോ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ഓട്ടോയിലുണ്ടായിരുന്ന അടയ്ക്കാപുത്തൂർ സ്വദേശികൾക്ക് നിസ്സാര പരിക്കേറ്റു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് അപകടം നടന്നത്. എതിരെ വന്ന കാർ പെട്ടെന്ന് വെട്ടിച്ചതാണ് വാഹനം മറിയാൻ കാരണമെന്ന് ഡ്രൈവർ പറഞ്ഞു. ഓടിക്കൂടിയ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് അപകടം നടന്നത്. CCN ചെർപ്പുളശ്ശേരി. മലപ്പുറം കവളപ്പൊയ്ക ഇല്ലിക്കാട് പാലത്തിന്റെ മുകളിൽ നിന്ന് വീണ് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. നിരവധി യാത്രക്കാർക്കാണ് തകർന്ന ഈ പാലത്തിൽ നിന്ന് വീണ് പരിക്കേറ്റിട്ടുള്ളത്. കവളപ്പൊയ്ക താമസിക്കുന്ന തറമേൽ മുഹമ്മദ് ഷിഹാബിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ എടക്കര സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ പ്രദേശത്ത് പാലമെന്ന ആവശ്യവുമായി നാട്ടുകാർ പ്രക്ഷോഭം ആരംഭിച്ചിട്ട് നിരവധി നാളുകളായി. നിരവധി യാത്രക്കാർക്കാണ് തകർന്ന ഈ പാലത്തിലൂടെ വീണ് പരിക്കേറ്റിട്ടുള്ളത്. CCN മലപ്പുറം. ദേശവേല എഴുന്നള്ളിപ്പുകൾ ഒരുക്കിയ പ്രൗഢഭംഗിയിൽ ചത്തല്ലൂർ പനംകുശി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. ഗ്രാമവീഥികളിൽ ദൃശ്യവാദ്യ വിസ്മയമായി. ജില്ലാ അതിർത്തിയിലെ തട്ടകദേശങ്ങളിൽ നിന്ന് വേലെഴുന്നള്ളിപ്പുകൾ നടന്നു.
എഴുന്നള്ളിപ്പുകളിൽ ആന, പഞ്ചവാദ്യം, മേളം, ശിങ്കാരിമേളം, പൂതൻ, തിറ, പൂക്കാവടി, നാടൻ കലാരൂപങ്ങൾ എന്നിവ അണിനിരന്നു. വൈകിട്ട് കോട്ടപ്പള്ളിയൽ പൂരപ്പറമ്പിൽ നടന്ന ദേശവേല സംഗമത്തിൽ പുതുപ്പള്ളി സാധു, ചിറക്കൽ കാളിദാസൻ, പുതുപ്പള്ളി കേശവൻ, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ തുടങ്ങിയ ഗജനിരയ്ക്കൊപ്പം 16 ആനകൾ അണിനിരന്നു. മലപ്പുറം ജില്ലയിലെ കരിങ്കലത്താണിയിൽ നിന്ന് പടിഞ്ഞാറൻ വേല, ആലിപ്പറമ്പിൽ നിന്ന് ആലിക്കൽ വേല, പെരുമ്പാലപ്പാറ വേല എന്നീ എഴുന്നള്ളിപ്പുകൾ നടന്നു. പാലക്കാട് ജില്ലയിലെ തച്ചനാട്ടുകര, വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തുകളിലെ തട്ടകദേശങ്ങളിൽ നിന്ന് വേല എഴുന്നള്ളിപ്പുകൾ നടന്നു. വടക്കൻ ദേശവേല മണലുംപുറം ഇളങ്കുന്ന്, തെക്കൻ ദേശവേല ഇടമനപ്പടി, പാലക്കട, കല്ലിങ്ങൽ, ആറംകുണ്ട്, മണപ്പുള്ളിത്തറ, മാമ്പ്ര, ആറാട്ടുകടവ്, ശ്രീകൃഷ്ണ ക്ഷേത്രം, തൃപ്പുലിക്കൽ, ആറ്റാശ്ശേരി, വടക്കൻ വെള്ളിനേഴി, മങ്കുഴി, കുറ്റാനശ്ശേരി എന്നീ വേല എഴുന്നള്ളിപ്പുകളാണ് ഉണ്ടായത്. പനംകുരിശി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കീഴേടമായ ശിവശൈലേശ്വര ക്ഷേത്രത്തിലേക്ക് പഞ്ചവാദ്യത്തോടെ ദേവസ്വം എഴുന്നള്ളിപ്പ്, തിരിച്ചെഴുന്നള്ളിപ്പ് എന്നിവയോടെ പൂരാഘോഷം സമാപിച്ചു. രാവിലെ ആറാട്ടെഴുന്നള്ളിപ്പ്, തിരുവല്ല രാധാകൃഷ്ണമാരാരും ചെറുപ്പുളശ്ശേരി രാജേഷും നയിച്ച പഞ്ചാരിമേളം എന്നിവ നടന്നു. വ്യാഴാഴ്ച വൈകിട്ട് തൂതപ്പുഴയിലെ അത്തിപ്പറ്റ ആറാട്ടുകടവിൽ നടക്കുന്ന ആറാട്ടു ചടങ്ങോടെ സമാപിക്കും. ആറാട്ടു ചടങ്ങുകൾക്ക് തന്ത്രി തിയന്നൂർ ശ്രീധരൻ നമ്പൂതിരി, മേൽശാന്തി കറുത്തേടത്ത് ശങ്കരനാരായണ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. CCN ചെത്തല്ലൂർ. വർണ്ണക്കാഴ്ചകൾ ഒരുക്കി എളുമ്പുലാശ്ശേരി നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം. വൈകിട്ട് 5:30 ദേശവേല സംഗമം. വിവിധ വേലകളിലായി 17 ആനകൾ അണിനിരന്നു. വടക്കൻ വേല, ദേവസ്വം പുത്തൂർ വേല, മങ്ങാട്ടു പടിഞ്ഞാറൻ വേല, കിഴക്കൻ വേല തുടങ്ങിയ വേലകൾ ക്രമപ്രകാരമെത്തി വാദ്യഘോഷങ്ങളോടെ വലം വച്ചു. തിറ, പൂതൻ, കുതിര എന്നിവയും ഉത്സവത്തിന് മിഴിവേകി. രാവിലെ പുലാപ്പറ്റ രാജൻ നായരും സംഘവും അവതരിപ്പിച്ച പഞ്ചാരിമേളം, പൂമൂടൽ എന്നിവയും നടന്നു. കൂട്ടാല ഭഗവതി ക്ഷേത്ര നിവേദ്യ വിതരണം, കാളവേല എന്നിവയും ഉണ്ടായി. ബംഗളൂരു അരംഗം KC രൂപേഷ് അവതരിപ്പിച്ച ഭരതനാട്യവും ഉണ്ടായി. CCN കടമ്പഴിപ്പുറം. ചെറുപ്പുളശ്ശേരി കച്ചേരിക്കുന്ന് മുഹമ്മദ് അലി സാലിമി അറബിത്തങ്ങൾ ഉപ്പാപ്പ മഖാമിൽ ഉറൂസ് ദിക്ർ വാർഷിക ദുആ സമ്മേളനത്തിന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് പതാക ഉയർത്തും. 10 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെയാണ് ദുആ സമ്മേളനമെന്ന് സംഘാടകർ അറിയിച്ചു. മാനവ മൈത്രി സംഗമമാണ്. ഇന്ന് നമുക്കറിയാം, പലരും പല കാരണങ്ങളും
പറഞ്ഞുകൊണ്ട് പരസ്പരം പോരടിച്ചും ഭിന്നിക്കും ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലൊരു സെഷനാണ് നമ്മുടെ മഹിളയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതായത് മാനവ മൈത്രി സംഗമം. അതിൽ ഒരുപാട് വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ആലങ്കോട് ജില്ലാ കൃഷ്ണൻ എന്നവരാണ്, പ്രശസ്ത കവിയാണ് അവർ. അതുപോലെ തന്നെ അതിൻ്റെ വലിയ പ്രഭാഷകൻ ശ്രീമദ് സ്വാമി ആത്മദാസ് യമി എന്നവരാണ്. നമുക്കറിയാം, ഒരുപാട് കൂട്ടിപ്പിടിക്കലുകളും വർഗീയ മറ്റുള്ള ആളുകൾ പറയുന്ന സമയത്തും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് വരുന്ന വലിയ ഒരു പ്രഭാഷകരാണ് ആത്മദാസ് യമി. അവരാണ് അതിലെ മുഖ്യ പ്രഭാഷകൻ. അതുപോലെ തന്നെ ഏവരുടെയും മനസ്സിനെ കുളിർപോരി അറിയിക്കുന്ന മുനിയ പൊതുവെയും അതിൽ പ്രധാനമായും പങ്കെടുക്കുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 7-ന് ഖുറാൻ പാരായണം, മൗലിദ് പാരായണം, വനിതാ സംഗമം എന്നിവയുണ്ടാകും. 15-ന് യൂത്ത് മീറ്റിൽ വിമുക്തി മിഷൻ എക്സൈസ് ഓഫീസർ അബ്ദുറഹ്മാൻ ലഹരി ബോധവൽക്കരണ ക്ലാസ് എടുക്കും. 16-ന് കുടുംബസംഗമം, 17-ന് മജ്ലിസുന്നൂർ എന്നിവയും ഉണ്ടാകും. 19-ന് വൈകിട്ട് 6:30-ന് കച്ചേരിക്കുന്ന് അലൈൻ മൈതാനത്ത് മാനവ മൈത്രി സംഗമം ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 20-ന് വൈകിട്ട് 6-ന് ദുആ മജ്ലിസ് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അന്നദാനവും ഉണ്ടാകും. അതുകൊണ്ട് ഇപ്രാവശ്യം ജീവിച്ച് നല്ല പരിപാടികളിൽ കൂടുതൽ പരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 10 ദിവസ പരിപാടിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിന് വെള്ളിയാഴ്ച തുടക്കം കൊടുക്കുന്ന കൊടിയൊക്കെ അവിടെ ജാതിമത ഭേദമന്യേ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്ന പരിപാടിയുണ്ട്. അതേപോലെ തന്നെ അന്നദാനം നടക്കുമ്പോഴും എല്ലാ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അന്നദാനം വാങ്ങുകയും അതുമാതിരി അവിടെ കൊടുക്കാറും ഒരുപാട് ആൾക്കാരവിടെ അന്നത്തെ ദിവസം ജിയാറത്തിനും അതിനു വേണ്ടിയിട്ട് നമ്മുടെ മഹാത്മയ്ക്ക് ചേരാറുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി 5 കൊല്ലത്തിന് ശേഷം വീണ്ടും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ സഹകരണം അനുഭവിക്കാനും മഹൽ സെക്രട്ടറിമാരൊക്കെ എല്ലാവരും പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിക്കാം. സംഘാടക സമിതി ചെയർമാൻ പാറയിൽ മുഹമ്മദ് അലി, കൺവീനർ ഹംസഹാജി പറക്കാടൻ, മഹൽ ഖത്തീബ് അഫ്ലഹ് തങ്ങൾ ഹുദവി, മഹൽ വൈസ് പ്രസിഡന്റ് അബ്ദുറബ് പാക്കറത്ത്, ജോയിന്റ് സെക്രട്ടറി വി ടി ഷർഫുദ്ദീൻ, പരസ്യവിഭാഗം ചെയർമാൻ സിദ്ദിഖ് പറക്കാടൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. മണ്ണാർക്കാട് ചെർപ്പുളശ്ശേരി പാതയിൽ കുലുക്കിലിയാടിന് സമീപം യാത്രക്കാർക്ക് കൗതുകമാവുകയാണ് ഈ വഴിയോര കച്ചവടം. വേനൽ ചൂടിൽ വരുന്ന വാഹനയാത്രക്കാർക്ക് 10 രൂപയ്ക്ക് സംഭാരം നൽകുകയാണ് ഒരു കൂട്ടം കുട്ടികൾ. അവധിക്കാലത്ത് സംഭാരവും ഉപ്പിലിട്ട മാങ്ങയും വഴിയോര യാത്രക്കാർക്ക് വിൽക്കുകയാണ് കുലുക്കിലിയാടിലെ ഈ കുട്ടിക്കൂട്ടം. സംഭാരം സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ്. ഇതിന്റെ പിന്നണിയിൽ ആരൊക്കെ ഈ സംഭാരം ഉണ്ടാക്കി തരുന്നൊക്കെ ആരാണ്? മാസിൻ, ഹനാൻ, ആദർശ്, ഷബീർ അലി, അനുജിത്, അഭിനവ് എന്നിവരാണ് കച്ചവടക്കാർ. കൂട്ടത്തിലെ ഷബീർ അലിയുടെ വീട്ടിൽ നിന്നുമാണ് സംഭാരം ഉണ്ടാക്കുന്നത്. ഈ കൊച്ചു കടയിൽ നിലവിൽ സംഭാരവും ഉപ്പിലിട്ട മാങ്ങയും മാത്രമാണ് ഉള്ളത്. വേറെന്തൊക്കെയാ ഇപ്പൊ നിലവിൽ കൊടുത്തോണ്ടിരിക്കുന്നത്? സംഭാരം ഉണ്ട് അല്ലേ? നിങ്ങൾ എത്ര പേര് കൂടിയിട്ടാണ് ഈ ഒരു സംരംഭം തുടങ്ങിയത്? 5 ആള്. 5 പേരും 8ാം ക്ലാസ്സുകാരാണോ? +1 പഠിച്ചോണ്ടിരിക്കുന്നത്. ഇത് ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തോന്നിയൊരു കൺസെപ്റ്റാണോ? ആണ്. അപ്പോൾ ഏകദേശം വെക്കേഷൻ കഴിയുന്നവരെ കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. ചിലപ്പോൾ നാരങ്ങ വെള്ളം, തണ്ണിമത്തൻ ജ്യൂസ് എന്നിവ ഉടൻ തുടങ്ങുമെന്ന് ഇവർ പറയുന്നു. വഴിതെറ്റിപ്പോകുന്ന പുതുതലമുറയ്ക്ക് വഴികാട്ടിയാവുകയാണ് ഈ കുരുന്നുകൾ. അവധിക്കാലത്ത് സ്വന്തമായി സമ്പാദ്യം എന്ന ആഗ്രഹവുമായി. CCN കടമ്പഴിപ്പുറം. CPIM കേന്ദ്ര കമ്മിറ്റി അംഗമായി KS അലീഖയ്ക്ക് കടമ്പഴിപ്പുറ ലോക്കൽ കമ്മിറ്റി സ്വീകരണം നൽകി. അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വേഗം ഉപേക്ഷിക്കാൻ കഴിയുന്നത്, മാറി നിൽക്കാൻ കഴിയുന്നത് പാർട്ടി പ്രവർത്തനത്തിൽ നിന്നാണ് എന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ ഏത് പ്രയാസം വന്നാലും ഈ പ്രസ്ഥാനം അതേൽപ്പിച്ച ചുമതല ഭംഗിയായി നിർവഹിക്കുന്നതിന് വേണ്ടി
ആരെല്ലാം പിന്തുണച്ചാലും സപ്പോർട്ട് ചെയ്താലും അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് അവരുടെ തന്നെ വലിയ ഉത്തരവാദിത്വവും ചുമതലയുമായിരുന്നു. അതെല്ലാം ഏറ്റെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. സി കൃഷ്ണൻകുട്ടി, എ പി ബഷീർ, കെ രാമചന്ദ്രൻ, സുബ്രഹ്മണ്യൻ, സി രമേശ് എന്നിവർ പങ്കെടുത്തു. 1979 മെയ് മാസം 17-ാം തീയതിയാണ് കടമ്പഴിപ്പുറത്തേക്ക് കാലെടുത്തത്. അന്ന് ഞാൻ വരുന്നത് തികച്ചും ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് വിവാഹം പോലും കഴിച്ചു കൊടുക്കാൻ മടിക്കുന്ന ഒരു യാഥാസ്ഥിതിക കുടുംബം. ഇവിടെ കാസിം ഇരിക്കുന്നുണ്ട്, കാസിമിന് അറിയാം അതിനെക്കുറിച്ചല്ല. അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്നാണ് കയറി വരുന്നത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ബാലപാഠം പോലും അന്ന് എന്നിലുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വീടെന്ന് പറയുന്നത് ഒരു പൊതു കേന്ദ്രമാണ് എന്ന നിലയിലാണ് നമുക്ക് ആദ്യം പഠിപ്പിച്ചത്. ഇതാരും പാർട്ടി സഖാക്കൾ ഇവിടെ വരും, അവരോട് ഒരു മുഷിപ്പും ഉണ്ടാകില്ല, കാരണം എനിക്കിതൊരു ബന്ധമില്ലാത്തത്. CCN കടമ്പഴിപ്പുറം. വീട്ടിലെ പ്രസവങ്ങൾ അപരാധമായി പ്രചരിപ്പിച്ച് ജില്ലയെയും അംഗീകൃത ചികിത്സാ ശാസ്ത്ര ശാഖയായ അക്യുപഞ്ചറിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അപലപനീയമാണെന്ന് ഇന്ത്യൻ അക്യുപഞ്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ കഴിഞ്ഞ 15 വർഷം കൊണ്ട് വളരെ സാവധാനമായി കേരളത്തിൽ ഈ ചികിത്സ വളർന്നു വരുന്ന ഒരു സാഹചര്യം കാണുന്നു. തുടക്കത്തില് മരുന്ന് ഉപയോഗിക്കാൻ പ്രയാസമുള്ള ഒട്ടേറെ ആളുകളുണ്ടായിരുന്നു. അവർക്ക് മരുന്നില്ലാതെ നോർമലി മൾട്ടിപ്പിൾ അലർജി പോലെ മരുന്ന് ഉപയോഗിക്കാൻ കഴിയാത്ത രോഗികൾക്ക് ഇതൊരു വലിയൊരു ആശ്വാസമായിരുന്നു. വളരെ സാവധാനമായി ചികിത്സ ജനകീയമാവുകയും ഇപ്പോൾ കേരളത്തിന്റെ എല്ലാ ജില്ലയിലും ഈ ചികിത്സ നിലവിൽ വരുന്നുണ്ട്. വളരെ സാവധാനമായി ഈ ചികിത്സ പഠിപ്പിക്കുന്ന പഠന കേന്ദ്രങ്ങളും വർദ്ധിച്ചു വരുന്നുണ്ട്. സ്വാഭാവികമായി ഈ ചികിത്സയുടെ പേരിൽ ചികിത്സകർക്ക് സംരക്ഷണം ഏർപ്പെടുത്തുന്ന അസോസിയേഷനും ഒട്ടേറെയുണ്ട്. അതിൽ 2014 മുതൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇന്ത്യൻ അക്യുപഞ്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ന്യൂസ് എല്ലാവരും കേൾക്കുന്ന പോലെ നമ്മൾ ന്യൂസ് കേൾക്കുകയാണ്. വീട്ടിലൊരു സ്ത്രീ പ്രസവിച്ചു, അവര് മരണപ്പെട്ടു. അപ്പൊ ഈ മരണം ഒരിക്കലും ആരും ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ അപലപിക്കുകയോ അതൊന്നും ചെയ്യാനില്ല. പക്ഷേ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ അതിന്റെ കുറ്റം ഡയറക്റ്റ് ആയിട്ട് അക്യുപഞ്ചർ എന്ന് പറഞ്ഞ ചികിത്സയുടെ കുഴപ്പമായിട്ട് ഒരു പ്രഖ്യാപനം പോലെയാണ് മീഡിയകളിൽ കാണാൻ കഴിയുന്നത്. അക്യുപഞ്ചറിനെതിരായ അവാസ്തവങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണം. വീട്ടിലെ പ്രസവങ്ങൾ കുറ്റകൃത്യമോ നിയമപരമായി പാടില്ലാത്തതോ അല്ല. അക്യുപഞ്ചർ ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ട ചികിത്സാരീതിയാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇതിന് പ്രത്യേകമായി റെഗുലേറ്ററി ബോർഡുകളുണ്ട്. കേരളത്തിലും 1/4 നൂറ്റാണ്ടിലേറെ കാലമായി ഈ ചികിത്സാ സമ്പ്രദായം പ്രചാരത്തിലുണ്ട്. മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് മാത്രമല്ല, ട്രെയിൻഡ് പേഴ്സണൽസിനും അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യാമെന്ന് നിരവധി കേന്ദ്ര സർക്കാർ കോടതി ഉത്തരവുകളുണ്ട്. ഇത് മറച്ചുകൊണ്ടാണ് പലരും ജനങ്ങൾക്കിടയിൽ വ്യാപകമായ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്നും അസോസിയേഷൻ കുറ്റപ്പെടുത്തി. നേരിട്ട് ഒരു വീട്ടുപ്രസവം ഉണ്ടായി, സ്വാഭാവികമായി വീട്ടുപ്രസവിക്കാൻ പാടുണ്ടോ ഇല്ല രണ്ടാമത്തെ വിഷയമാണ്. പക്ഷെ അത് നേരെ അക്യുപഞ്ചർ പ്രസവം എന്ന പേരിൽ വരുന്നു. വാർത്തനെ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു വീട്ടുപ്രസവം ഉണ്ടായപ്പോൾ ആ വീട്ടുപ്രസവം സംഭവത്തില് അവിടെ ഒരു വ്യക്തി അല്ലെങ്കിൽ അയാളെന്തോ ഖലീഫ, എന്തോ മന്ത്രവാദി, ഏതോ ഒരു മറ്റെന്തോ ഒരു പ്രവർത്തനം ചെയ്യുന്ന വ്യക്തി, അയാളുടെ ജീവിതവും അക്യുപഞ്ചർ തമ്മിൽ യാതൊരു ബന്ധവും കാണാൻ കഴിയുന്നത്. ഇപ്പൊ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മളെ അസോസിയേഷനിലോ അല്ലെങ്കിൽ നമ്മളുമായി സഹകരിച്ചു പോകുന്ന മറ്റ് അസോസിയേഷനുകളിലോ ഏതെങ്കിലും അക്യുപഞ്ചർ അസോസിയേഷനിൽ പ്രവർത്തിക്കുന്ന ഒരു അക്യുപഞ്ചറിസ്റ്റോ ഒരു ചികിത്സകനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു, സ്വാഭാവികമായി മരിച്ചു. പക്ഷേ അവിടെ മരണത്തിന് ന്യായീകരിക്കലാണ് ചെയ്യുന്നത്. പക്ഷെ ഇതെങ്ങനെ അക്യുപഞ്ചറിന്റെ പേരിൽ കെട്ടിവെക്കപ്പെടുന്നു മാത്രം മനസ്സിലാവുന്നില്ല. വീട്ടുപ്രസവത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ അക്യുപഞ്ചറിന് എങ്ങനെയാണ് ഉണ്ടായെന്ന് അതും അറിയുന്നില്ല. കാരണം നമ്മുടെ ഇന്ത്യൻ പാരമ്പര്യം, കേരള പാരമ്പര്യം നോക്കിയാൽ അങ്ങനെ വീട്ടിൽ തന്നെ പ്രസവിക്കുന്നവരായിരുന്നു. അവരാരും 100% കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഹോസ്പിറ്റൽ പ്രസവിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഹോസ്പിറ്റൽ പ്രസവിക്കാത്തതിനുള്ള കാരണം മുഴുവൻ അക്യുപഞ്ചറിൻ്റെതാണെന്ന് പറയുന്നത് തന്നെ തികച്ചും തെറ്റാണ്. കാരണം അക്യുപഞ്ചർ പഠിക്കുക പോലും ഇല്ലാത്ത, അക്യുപഞ്ചർ അറിയുക പോലും ഇല്ലാത്ത കാലത്തും ഈ കേരളത്തില് ഒട്ടേറെ വീട്ടുപ്രസവം സംഭവിച്ചിട്ടുണ്ട്. അതിനൊന്നും ആരും അക്യുപഞ്ചർ കുറ്റം പറഞ്ഞില്ല. പക്ഷെ ഇപ്പം കാണുന്ന അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ചത്തത് കീചകരാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞ പോലെ
ഇവിടെ എന്ത് സംഭവിച്ചാലും അതിന് കുറ്റം മുഴുവൻ അക്യുപഞ്ചറിന്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന അവസ്ഥയെ കാണുന്നത്. എന്ത് സംഭവിച്ചാലും കുറ്റം അക്യുപഞ്ചർ. വാർത്താ സമ്മേളനത്തിൽ ഷുഹൈബ് റിയാലു, CK സുനീർ, സയ്യിദ് അക്രം, ജംഷീർ അലി, ജുനൈദ് അഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. CCN മലപ്പുറം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനം ഏപ്രിൽ 12, 13 തീയതികളിലായി എടപ്പാൾ വള്ളത്തോൾ കോളേജിൽ നടക്കും. ജില്ലയിലെ 11 മേഖലാ കമ്മിറ്റികളിൽ നിന്നും തിരഞ്ഞെടുത്ത 200ഓളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. 12 രാവിലെ ജില്ലാ സമ്മേളനം ആസ്ട്രോഫിസിസ്റ്റ് ഡോക്ടർ അജിത് പരമേശ്വരൻ സത്യാനന്തര കാലത്തെ ശാസ്ത്രം എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യും. പൊന്നാനി MLA P നന്ദകുമാർ സംസാരിക്കും. ശനിയാഴ്ച വൈകിട്ട് ശാസ്ത്രജാഥയും നടക്കും. 2ാം ദിവസം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് സ്വീറ്റ് ടീൻ, ഡ്രീം ടീൻ, ടീൻ ഹോറിസോൺ എന്ന വിഷയത്തിൽ പാനൽ ചർച്ച നടക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ സെഷനുകളിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസം, വികസനം, പരിസ്ഥിതി തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രതിനിധികൾക്ക് ഭക്ഷണമായിട്ടുള്ള നെല്ല് ഞങ്ങൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് അത് പ്രതിനിധികൾക്ക് മാത്രമല്ല അവിടെയുള്ള മറ്റാളുകൾക്കും വിതരണം ചെയ്യാൻ പാകത്തിൽ അത് പാക്കറ്റ് ചെയ്ത് സംവിധാനം റെഡിയായിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ കൃഷി ചെയ്ത് അതാണ് സമ്മേളനത്തിന്റെ പ്രധാന ഭക്ഷണ വിഭവമായിട്ട് നൽകുന്നത്. സാമ്പത്തികമായിട്ട് ശാസ്ത്ര പുസ്തകങ്ങളുടെ പ്രചരണമാണ്. 5 ലക്ഷം രൂപയുടെ പുസ്തകമാണ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം അംഗനവാടി അധ്യാപകന്മാർക്ക് കൊടുക്കുന്ന കുരുന്നില എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തക സെറ്റാണ്. ഒരു 34 പുസ്തകമുള്ള ഒരു സെറ്റാണ്. അതേപോലെ തന്നെ ബദൽ ഉൽപ്പന്നങ്ങളുടെ പ്രചരണം വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഇന്ധനവുമായി ബന്ധപ്പെട്ട്, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള ശാസ്ത്ര പ്രചരണത്തിന്റെയും കൂടെ ഭാഗമായിട്ടുള്ള ഉൽപ്പന്ന പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ CP സുരേഷ് ബാബു, V മണികണ്ഠൻ, ജിജി വർഗീസ്, അനൂപ് മണ്ണഴി എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടുപന്നിയിടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ഗുരുതര പരിക്ക്. അംഗൻവാടി വർക്കറായ നെല്ലായ സ്വദേശിനി സെലീനയ്ക്കാണ് പരിക്കേറ്റത്. പട്ടിശ്ശേരി അംഗൻവാടി വർക്കറാണ് സെലീന. വീട്ടിലെ പ്രസവങ്ങൾ അപരാധമായി പ്രചരിപ്പിച്ച് ജില്ലയെയും അംഗീകൃത ചികിത്സാ ശാസ്ത്രശാഖയായ അക്യുപഞ്ചറിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അപലപനീയമാണെന്ന് ഇന്ത്യൻ അക്യുപഞ്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദേശവേല എഴുന്നള്ളിപ്പുകൾ ഒരുക്കിയ പ്രൗഢഭംഗിയിൽ ചത്തല്ലൂർ പനംകുശ്ശി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. ഗ്രാമവീഥികളിൽ ദൃശ്യവാദ്യ വിസ്മയമായി. ജില്ലാ അതിർത്തിയിലെ തട്ടകദേശങ്ങളിൽ നിന്ന് വേലെഴുന്നള്ളിപ്പുകൾ നടന്നു. വർണ്ണക്കാഴ്ചകൾ ഒരുക്കി എലുമ്പുളാശ്ശേരി നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം. വൈകിട്ട് 5:30 ദേശവേല സംഗമം. വിവിധ വേലകളിലായി 17 ആനകൾ അണിനിരന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. Mother Care Hospital, providing care with kindness.